ഹലോ ഗൈസ്, അപ്പം ഇന്നൊരു സൺഡേ ആയിരുന്നു. സൺഡേ ആയിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയ കോലാണ്. പിന്നെ എനിക്ക് തോന്നി പൊട്ടിൻ്റെ ആവശ്യമില്ല, വല്ലാണ്ട് നാടനാവണ്ടെന്ന് വിചാരിച്ച് പൊട്ടൊക്കെ എടുത്ത് കളഞ്ഞു. ഞാനും അമ്മയും കൂടി നമ്മളുടെ സ്വന്തം ഉണ്ണീശോ കപ്പേള, അതായത് എൻ്റെ അമ്മയുടെ ഇടവകയിലുള്ള കപ്പേളയിലുള്ള പെരുന്നാളായിരുന്നു, അവിടെ പോയായിരുന്നു. അപ്പം എൻ്റെ മറിയം ബേബിനെ ഞാൻ വല്ലാണ്ട് ഈയിടെയായിട്ട് റൊമാൻറ്റിക് ആക്കാൻ നോക്കുന്നുണ്ട്. നല്ല ഫ്രഞ്ച് കിസ്സൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും മറിയവും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വീണു. കൊച്ചിനെ എന്നെ കണ്ട് പേടിയായി. കൊച്ചിനെ ഇനി മേലാൽ ഇമാതിരി പരിപാടിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് കൊച്ചിനീറ്റ് പോയി. പിന്നെ ഞാൻ നൈസായിട്ട് തുതൊക്കെ കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും സേഫാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഉണ്ണീശോ കപ്പേള. ഇതാണ് അമ്മയുടെ ഇടവകയിലുള്ള ഉണ്ണീശോ കപ്പേള. കാണാൻ ചെറിയൊരു കപ്പേളാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും സംഭവിക്കുന്ന കപ്പേള കേട്ടോ. എന്തായാലും പ്രദർശനത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ ഞങ്ങൾക്ക് മടിയായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും മറിയം ബേബിയും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് കളിക്കണമായിരുന്നു പ്രദർശനം വന്ന വരെ. ബബിൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഊതിച്ച് കുറേ നാൾക്ക് ശേഷം അതൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പ്രദർശനം വന്നിറങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് കുന്നേപ്പള്ളിയിലും കൂടി ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ പ്രദർശനത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഞൊഴിഞ്ഞ് ഉണ്ണീശോനെ മുത്തി നേരെ ഞങ്ങൾ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. ചേട്ടൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും ചേട്ടന് കാർ ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷം ഞാനും ചേട്ടനും ചേച്ചിയും കൊച്ചും എല്ലാവരും കൂടി ഇങ്ങനെ ബൈക്കിന് പോയി കാർ എടുത്തിട്ട് ഞങ്ങൾ നേരെ കുന്നേപ്പള്ളിയിലേക്ക് പോയി. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ബൈക്കിൽ ഒരുമിച്ച് പോണേ. ഭയങ്കര ഒരു ഫീലായിരുന്നു അതിന്. അങ്ങനെ നേരെ കുന്നേപ്പള്ളിയിലെത്തി. അവിടെയും സെയിം ഉണ്ണീശോ തന്നെയാണ് ആസ് യൂഷ്വൽ. എല്ലാവർക്കും അറിയാലോ, ഇവിടെ പിന്നെ അത്ഭുതത്തിനൊന്നും ഒരു കുറവില്ല. ദിവസം അത്ഭുതം നടക്കുന്ന പള്ളിയാണ്. എന്തായാലും രൂപവും മുത്തി പട്ടിക്കാരുടെ അടുത്ത് നിന്ന് പോയി കുറേ കളിപ്പാട്ടം വാങ്ങിച്ചു.